അപ്പോൾ കേരളത്തിന് അമൃത ഭാരത് ട്രെയിൻസ് കിട്ടിത്തുടങ്ങാൻ പോവാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം താമ്പരം, പിന്നെ തിരുവനന്തപുരം ചർലപ്പള്ളി, അതായത് ഹൈദരാബാദ്, പിന്നെ നാഗർകോവിൽ, തിരുവനന്തപുരം വഴി മംഗലാപുരം, അങ്ങനെ 3 സർവീസാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ അമൃത ഭാരതിൻ്റെ റേക്ക് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നൊരു വിഷലാണ്. അപ്പോൾ അത് ഇപ്പോൾ വരും, അത് സ്പോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ റെയിൽ ഫാൻസ് ഇന്ന് രാവിലെ തൊട്ട് അത് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ കണ്ട് നമുക്ക് അപ്ഡേഷൻ തരും എവിടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സാധനം തൃശ്ശൂർ വീട്ടിൽ നിന്ന് തന്നെ അപ്ഡേഷൻ വന്നപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങളന്ന് കാണിക്കാമെന്ന് വെച്ചു. അന്ന് വന്ദേ ഭാരതിൻ്റെ റേക്കും ഇതേപോലെ ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ ഞാൻ ഇതിലൂടെ ചെറിയൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമൃത ഭാരതിൻ്റെ റേക്ക് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ വരികയാണ്. അമൃത ഭാരത് എക്സ്പ്രസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അമൃത ഭാരത് എക്സ്പ്രസ് എന്ന് വെച്ചാൽ ഫുള്ളി നോൺ AC ക്ലാസ് മാത്രമുള്ളൊരു വണ്ടിയാണ്. ആ വണ്ടിയിൽ ജനറൽ ക്ലാസ് ഉണ്ട്, സ്ലീപ്പർ ക്ലാസ് ഉണ്ട്. ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ പാൻട്രി കാർ, ഇത്ര ഐറ്റംസാണ് ഒരു അമൃത ഭാരതിൻ്റെ റേക്കിൽ വരുന്നത്. അമൃത ഭാരത് എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ പുഷ് പുൾ വെച്ചിട്ട് ഓടുന്നതാണ്. മുന്നിലും ബാക്കിലും ലോക്കോസ് ഉണ്ടാവും. WP5 ലോക്കോസാണ് ഓൾമോസ്റ്റ് എല്ലാം വരുന്നത്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അമൃത ഭാരതിൻ്റെ WP5 ലോക്കോമാണ്. അപ്പോൾ മുന്നിലും ബാക്കിലും ഒരേപോലത്തെ ലോക്കോ കാണും. അത് വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നല്ല സ്പീഡിന് വേണ്ടിയും പിന്നെ ഈ റിവേഴ്സൽ അല്ലെങ്കിൽ ലോക്കോ ചേഞ്ചിൻ്റെ ആ ഒരു ടൈം ഒഴിവാക്കാനും വേണ്ടിയാണ്. അമൃത ഭാരത് ട്രെയിൻസ് എന്ന് പറയുന്നത് വന്ദേ ഭാരത് പോലെ തന്നെ ഒരു ട്രെയിൻ സെറ്റാണ്. അതായത് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. 22 കോച്ച് 20 കോച്ച് അങ്ങനെ ഒരു സെറ്റായിട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെ ഊരി മാറ്റാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മുടെ കാണുന്ന ട്രെയിൻ പോലെയല്ല, LHB ആണ് കോച്ചുകൾ. പക്ഷേ ഇത് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. നമ്മുടെ ഈ മെമു ട്രെയിനൊക്കെ ഇല്ല, അതേപോലത്തെ ഒരു ട്രെയിൻ സെറ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ അമൃത ഭാരത് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ LHB കോച്ചുകളിൽ കാണുന്ന പോലത്തെ അകത്തത്തെ ഇൻറ്റീരിയർ ഒന്നുമല്ല, കുറച്ച് അടിപൊളി ഇൻറ്റീരിയറാണ്. നല്ല മോഡേൺ ടൈപ്പ് എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ള സേഫ്റ്റി സംഭവങ്ങളും, പിന്നെ നല്ല ബർത്തും കാര്യങ്ങളും, നല്ല വാഷ്റൂംസ്, ചാർജിങ് സോക്കറ്റ്. അകത്തത്തെ ആ ഒരു തീം എന്ന് പറയുന്ന ഒരു യെല്ലോയും ഗ്രേയും കൂടി ചേർന്നായിരിക്കും. പുറത്തത്തെ ട്രെയിനിൻ്റെ കളർ നമ്മുടെ ഇപ്പോഴത്തെ വന്ദേ ഭാരതിന് അതേപോലത്തെ കളറാണ്. ഒരു ഓറഞ്ച് ടൈപ്പും പിന്നെ ഒരു ഗ്രേ, അങ്ങനത്തെ ഒരു മിക്സ്ചർ ഓഫ് കളറാണ്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിപ്പോൾ വരുന്നുണ്ട്, അത് തിരുവനന്തപുരത്തേക്ക് പോവാണ്. ഇതിൻ്റെ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന വരെ അവർ റിലീസ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓടുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ മാസം, അതായത് നമ്മുടെ പ്രധാനമന്ത്രി ഈ മാസം വരുന്നുണ്ട്, 23-ാം തോന്നുന്നു. അപ്പോൾ അന്ന് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓടി തുടങ്ങുകയാണെങ്കിലും ഇത് ഡെയിലി ഓടുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇത് വീക്ക്ലി ആയിരിക്കും, അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ ആയിരിക്കും. ഡെയിലി ഓടത്തില്ല എന്തായാലും. അപ്പോൾ ഇത് 3 സർവീസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ 2 റേക്കാണ് വന്നിട്ടുള്ളത്. ഒരു റേക്ക് നാഗർകോവിൽ കിടപ്പുണ്ട്, ഒരു റേക്ക് ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മിനിമം ചാർജ് വരുന്നത് ജനറലിൽ പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 55 രൂപയൊക്കെ ആയിരിക്കും. ഇത് 2 ടൈപ്പുണ്ട്. അമൃത ഭാരത് എക്സ്പ്രസ്സും ഉണ്ട്, അമൃത ഭാരത് സൂപ്പർ ഫാസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാണ്, അമൃത ഭാരത് സൂപ്പർ ഫാസ്റ്റ് ആണോ എക്സ്പ്രസ് ആണോ എന്നൊന്നും അറിയത്തില്ല. അത് ഇനി അതിൻ്റെ ഷെഡ്യൂളൊക്കെ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അമൃത ഭാരത് ട്രെയിൻസ് നമ്മുടെ ഈ കേരളത്തിലൊന്നുമില്ല. ഇപ്പം നമ്മുടെ അടുത്തുള്ളത് നിയറസ്റ്റ് ആയിട്ട് SMVT എന്നാണ്. പിന്നെ നാഗർകോവിലിന് ഇപ്പം ഇനാഗുറേഷൻ ഡേറ്റ് ഉണ്ട്. അതിൻ്റെ റെഗുലർ റണ്ണ് എന്ന മുതലാണെന്നൊന്നും അറിയിച്ചിട്ടില്ല. ഇതിൻ്റെയും അറിയിച്ചിട്ടില്ല, ഷെഡ്യൂളൊന്നും ആയിട്ടൊന്നുമില്ല. ഇതെങ്ങനെ എവിടെ നിന്ന് ഏത് വഴിയാണ് പോകുന്നത്, എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇതേപോലെ കുറേ അമൃത ഭാരത് ട്രെയിൻസ് നമ്മുടെ പല സംസ്ഥാനങ്ങൾക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഈ അമൃത ഭാരത് കൂടാതെ നേരത്തെ ഉണ്ടായിരുന്നൊരു പാസഞ്ചറുണ്ട് കോവിഡിന് മുമ്പ്, മറ്റേ ഗുരുവായൂർ തൃശ്ശൂർ, അതും റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് വൈകിട്ട് ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന രീതിയിലുള്ളൊരു ടൈമിങ്ങാണത്. അപ്പോൾ അതും തുടങ്ങുമ്പോൾ പോയി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അമൃത ഭാരതിൻ്റെ ഫസ്റ്റ് റണ്ണിന് ഞാൻ ഉണ്ടാവും തോന്നില്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് റൺ മിക്കവാറും 23-ാം തീയതി ആയിരിക്കും ഇനാഗുറേഷൻ. അപ്പോൾ അന്ന് ഞാനിവിടെ ഇല്ല, ഞാൻ മറ്റേ കണ്ണൂർ യശ്വന്ത്പൂറിൻ്റെ വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് ഫസ്റ്റ് റൺ പോകാൻ താല്പര്യമില്ല. കാരണം ഫസ്റ്റ് റൺ ഫുള്ള് ആൾക്കാരായിരിക്കും. നമുക്ക് ഒന്ന് സമാധാനമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ളോഗ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അല്ലാതെ ഇത് എൻ്റെ കൊമേഴ്ഷ്യലായിട്ട് ഓടി തുടങ്ങുമ്പോൾ ഒരു ദിവസം പോയി എന്തായാലും അതിൻ്റെ ഫുൾ റിവ്യൂ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ അമൃത ഭാരത് തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നൊരു 1 hour മതിയായിരിക്കും. കാരണം മുന്നിൽ മറ്റേ പാട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ പുറകെ വരും, വേറെ വണ്ടിയൊന്നുമില്ല. ഈ അമൃത ഭാരതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രീമിയം എന്ന് വേണേൽ പറയാം. പ്രീമിയം പ്ലസ് ലോ ബഡ്ജറ്റ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ട്രെയിനാണ് കേട്ടോ. കാരണം ഫുള്ള് സ്ലീപ്പറാണ്. AC ഇറങ്ങുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു AC ഇറക്കുമെന്ന്. ഇതിൻ്റെ സ്ലീപ്പറാണ്. ജനറൽ കോച്ച് ഒരുപാടുണ്ടാവും ഈ ട്രെയിനിൽ. ഏകദേശം ഒരു 7-8 കോച്ചുകളൊക്കെ ഉണ്ടാവും ഓരോ റേക്കിലൊക്കെ. പിന്നെ ബാക്കി സ്ലീപ്പറും. അങ്ങനെയാണ് ഇതിൻ്റെ കോമ്പോസിഷൻ വരുന്നത്. മിക്കപ്പോഴും 22 കോച്ചുള്ളൊരു സെറ്റായിട്ടായിരിക്കും ഇത് വരുന്നത്. ഇതിന് മുന്നിലും ബാക്കിലും ലോക്കോ ഉള്ളതുകൊണ്ട് ഇതിന് പെട്ടെന്ന് സ്പീഡ് എടുക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂളും ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വരുന്ന മുറയ്ക്ക് ഞങ്ങളുടെ ഒരു വാട്സപ്പ് ചാനലുണ്ട്. റെയിൽ ഫാൻസ് ഓഫ് കേരള എന്നാണ് വാട്സപ്പ് ചാനലിൽ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവർ റെയിൽവേ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്.
അപ്പോൾ അത് നിങ്ങൾ ഈ ചാനൽ കയറി നോക്കിയാൽ ഇതിൻ്റെ ഈ ട്രെയിനിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതെങ്ങനെയാണ് ഓടുന്നതെന്നൊക്കെ ഇത് റെയിൽവേ ഒഫീഷ്യലായിട്ട് അറിയിക്കുമ്പോൾ ഞങ്ങൾ അറിയിക്കും. അല്ലാണ്ട് കരക്കമ്പി വാർത്തയൊന്നും ഞങ്ങൾ അറിയിക്കാറില്ല. ഒഫീഷ്യലായിട്ട് വരുന്നത് മാത്രമേ ചാനൽ ഇടാറുള്ളൂ. എനിക്ക് അറിയായിരിക്കും, ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതേ ലോക്കോപ്പയിലത്തിൽ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് തന്നു കേട്ടോ. പൊളി പൊളി പൊളി. അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് അമൃതഭാരത് വന്നത് നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. അതിൽ ഞാൻ നോക്കിയപ്പോൾ 11 ജനറൽ ക്ലാസ്സും പിന്നെ 8 സ്ലീപ്പറും ഒരു നോൺ എ സി പാൻട്രി കാറ്. നേരത്തെ ICFലായിരുന്നു അങ്ങനെ നോൺ എ സി പാൻട്രി ഉണ്ടായിരുന്നത്. ഒരു പാൻട്രി കാറ്, പിന്നെ മുന്നിലും പുറകിലും 2 SLR കോച്ചും, പിന്നെ ബാക്കിൽ മുന്നിലും ഓരോ ലോക്ക് വെച്ച് WP5. ആ WP5 ഹൗറ ഷെഡിൻ്റെ WP5 ആണ്. അതപ്പം മിക്കവാറും ഇവിടെ ഏതെങ്കിലും ഷെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും. അപ്പം മൊത്തം 22 കോച്ചുണ്ട്. ജനറൽ കൂടുതലാണ്. ഇനി അവർ മിക്സ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല, കാരണം ഇത് കറക്റ്റ് കോമ്പോസിഷൻ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. അത് ഇനി വണ്ടി വിട്ട് അതിൻ്റെ ഷെഡ്യൂളൊക്കെ ആകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്ന അന്ന് തന്നെയാണ് ഇത് എടുത്തത്. അപ്പോൾ ഇന്നിപ്പം മിക്കവാറും രാത്രിയാവും ട്രിവാൻഡ്രം എത്താൻ വേണ്ടി ഈ റേക്ക്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം മിക്കവാറും അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പോൾ അമൃതഭാരത് ട്രെയിൻ നമ്മുടെ കേരളത്തിലും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത യാത്ര നമ്മുടെ മദ്രാസ് മെയിലാണ്. നമ്മൾ മദ്രാസ് പോയിട്ട് അവിടെ നിന്ന് കൊല്ലം മെയിലിൽ കൊല്ലത്ത് വരും. അപ്പോൾ അതാണ് അടുത്ത യാത്ര. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.